പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നി ലഅരിഫു ആഖിറ അഹ്ലിൻ നാരി ഖുറൂജൻ മിനൻ നാർ. നരകത്തിൽ നിന്ന് അവസാനമായി സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരാളെ എനിക്കറിയാമെന്ന്. അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് അവസാനമായി പോകുന്ന ആളെ എനിക്കറിയാം. വആഖിറ അഹ്ലിൽ ജന്നതി ദുഖൂലൻ ഇലൽ ജന്ന. അവസാനമായി സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവർ, അവസാനമായി നരകത്തിൽ നിന്ന് വരുന്നവർ, മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകൾ. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്, വൻദോഷങ്ങൾ ഒഴിവാക്കിയാൽ അല്ലാഹു തആല ചെറുദോഷങ്ങളെല്ലാം നിങ്ങൾക്ക് പുറത്തു തന്ന് സ്വർഗ്ഗം നൽകുമെന്ന്. വൻദോഷങ്ങൾ ചെയ്ത് തൗബ ചെയ്യാതെ മരിച്ചുപോയ ആളുകളാണ് നാളെ അല്ലാഹു നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ ചെറുദോഷങ്ങളൊക്കെ നമ്മൾ അറിയാതെ തന്നെ അല്ലാഹു പുറത്തു തരുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ചെറിയ ദോഷങ്ങൾ എങ്ങനെ? അർ-റമളാനു ഇലർ റമളാനി കഫാറ. ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയുള്ള കാത്തിരിപ്പിലൂടെ നമ്മൾ അറിയാതെ ചെയ്ത ഒരുപാട് ചെറുദോഷങ്ങളെ അല്ലാഹു പുറത്തു തരുന്നുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളാരും തൗബ ചെയ്തിട്ടില്ല, നമ്മളാരും ദുആ ചെയ്യുകയോ തൗബ ചെയ്യുകയോ ചെയ്യാതെ കഴിഞ്ഞ റമളാൻ മുതൽ ഇനി വരാനിരിക്കുന്ന റമളാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് അതിനിടയിൽ അവർ ചെയ്ത ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നാണ് പറഞ്ഞത്. അസ്സലാത്തു ഇലസ്സലാത്തി കഫാറ. ഫർള് നിസ്കാരം, ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് അസ്ർ നിസ്കാരം വരെയുള്ള സമയം അസ്റിനെ കാത്തിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവരാ സമയത്ത് ചെയ്ത ചെറിയ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അൽ-ഉംറതു ഇലൽ ഉംറതി കഫാറ. ഒരു ഉംറയിൽ നിന്ന് അടുത്ത ഉംറ വരെ ചെയ്യുന്ന സമയം ഒരുപക്ഷേ 4-5 വർഷമായിരിക്കാം ഉംറക്ക് പോയ ആളുകൾ 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഉംറക്ക് പോവുകയാണ്. ആ 5 വർഷങ്ങളുടെ കാലയളവിൽ അയാൾ ചെയ്ത ചെറിയ ദോഷങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വീകാര്യമാവണം ഉംറകൾ. അൽ-ഹജ്ജു ഇലൽ ഹജ്ജി കഫാറ. ഒരു ഹജ്ജ് ചെയ്ത് അടുത്ത ഹജ്ജ് ചെയ്യുന്നത് വരെയുള്ള എത്ര വർഷമാണോ അതിനിടയിൽ കാലതാമസമുള്ളത്, ആ സമയത്ത് നമ്മൾ ചെയ്ത തെറ്റുകളെ അല്ലാഹു പുറത്തു തരുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ നമ്മുടെ ഒരുപാട് തിന്മകൾ, ഒരുപാട് ദോഷങ്ങൾ നമ്മൾ അറിയാതെ തന്നെ പുറത്തു തരുന്ന കാരുണ്യവാനാണ് അല്ലാഹു എന്ന് ആദ്യം തിരിച്ചറിയണം. പിന്നെയോ ഒരു സ്വലാത്തിന് അല്ലാഹു പുറത്തു തരുന്നത് 10 പാപങ്ങളാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 പാപങ്ങൾ. എന്തിനേറെ അല്ലാഹു തആല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മൾക്ക് പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന മിനദ്ദുനൂബി ദുനൂബാ. ചില തെറ്റുകൾ ലാ യുകഫിറുഹാ. ആ തെറ്റുകൾ നോമ്പ് നോറ്റാൽ അല്ലാഹു പുറത്തു തരൂല, ഹജ്ജ് ചെയ്താലും പുറത്തു തരൂല, ഉംറ ചെയ്താലും പുറത്തു തരൂല, നിസ്കരിച്ചാലും പുറത്തു തരൂല. പിന്നെയോ അല്ലാഹു പുറത്തു തരുന്നത് അവനെ ജോലിയിലുണ്ടാകുന്ന ക്ഷീണം കാരണം അല്ലാഹു പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അൽഹമ്മു ഫീ തലബിൽ മഈഷ. നിങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ആളല്ലേ അല്ലെ? നിങ്ങൾക്ക് അധ്വാനിക്കുന്നവരല്ലേ? എന്തെങ്കിലും ബിസിനസ് ആയിട്ടോ ജോലിയായിട്ടോ നിങ്ങൾക്കുണ്ടാകും, നാട്ടിലും ഗൾഫിലുമായിട്ട്. അൽഹമ്മു ഫീ തലബിൽ മഈഷ. ജീവിക്കാൻ വേണ്ടി ഓടിച്ചാടി നടക്കുന്നതിനിടയിൽ നമ്മൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, നമ്മൾക്കുണ്ടാകുന്ന ക്ഷീണം, നമ്മൾക്കുണ്ടാകുന്ന പ്രാരാബ്ദങ്ങൾ കാരണം അല്ലാഹു നമ്മുടെ ഒരുപാട് ദോഷങ്ങൾ പുറത്തു തരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്തിനേറെ പറയണം, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് അൽ ഖുലുഖുൽ ഹസൻ. നല്ല സ്വഭാവം നന്നാക്കിയാൽ, സൽസ്വഭാവികളായി മാറിയാൽ, ശ്രദ്ധിക്കണേ, അല്ലാഹു പാപങ്ങൾ പുറത്തു തരാൻ വലിയ പ്രയാസങ്ങളോ വലിയ പണിയോ ഒന്നുമില്ല. അൽ ഖുലുഖുൽ ഹസൻ യുദീബുൽ ഖതായാ കമാ യുദീബുൽ ഖൽലുൽ അസൽ. ഒരു സിർഖ തേനിനെ എങ്ങനെയാണോ നശിപ്പിക്കുന്നത്, എങ്ങനെയാണോ കമാ യുദീബുൽ മാ,
എങ്ങനെയാണോ വെള്ളം ഐസ് കട്ടയെ ഉരുക്കിക്കളയുന്നത്, വെള്ളം ഐസ് കട്ടയെ ഉരുക്കിക്കളയുന്നത് പോലെ സ്വൽസ്വഭാവികളുടെ പാപങ്ങൾ സ്വൽസ്വഭാവം കാരണത്താൽ അല്ലാഹു പുറത്തു തരുമെന്ന് ഉരുക്കിക്കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സ്വഭാവം നന്നാക്കിയാൽ നമ്മൾ അറിയാതെ ഒരുപാട് ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നാണ് പറഞ്ഞത്. സ്വഭാവം നന്നാക്കലോടുകൂടി നമ്മൾ അറിയാതെ അഥവാ ജീവിതാവസാനം വരെ എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറുന്നവർ, എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുന്നവർ, ആരെയും വെറുപ്പിക്കാത്തവർ, ആരോടും മോശമായി പെരുമാറാത്തവർ, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ മാന്യമായി പെരുമാറുന്ന സ്വഭാവിയാണെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു തെറ്റുപോലും അയാളിൽ ബാക്കി ഉണ്ടാവൂല എന്നാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഈ ഹദീസിന്റെ താല്പര്യം. അങ്ങനെയാണ് എങ്ങനെയാണോ വെള്ളം ഐസ് കട്ടയെ ഉരുക്കിക്കളയുന്നത്, അതേപോലെ അല്ലാഹു തആല പാപങ്ങൾ മുഴുവനും ഉരുക്കിക്കളയുമെന്നല്ലേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതോടൊപ്പം ഒരു സംഭവം കൂടി നബി തങ്ങൾ കൂട്ടിച്ചേർത്തു. സ്വഭാവം മോശമായാൽ, വൃത്തികെട്ട സ്വഭാവത്തിന്റെ ഉടമയായാൽ യുഫ്സിദുൽ അമല കമാ യുഫ്സിദുൽ ഖല്ലുൽ അസല. എങ്ങനെയാണോ സിർഖ ഒരു തേനിനെ നശിപ്പിക്കുന്നത്, അതേപോലെ ദുസ്വഭാവികളുടെ സ്വഭാവം മോശമായ ആളുകളുടെ ദുസ്വഭാവികളുടെ അമലുകളെ അല്ലാഹു നശിപ്പിച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അടിപിടിക്ക് നിൽക്കുന്നവർ, കസേരകളും ചാരകളും കല്ലുകളും എറിഞ്ഞ് അലങ്കോലപ്പെടുത്താൻ നിൽക്കുന്നവർ, പള്ളിയെ രണ്ട് ഭാഗമാക്കി മദ്രസകളെ രണ്ട് ഭാഗമാക്കി നാടിനെ ഭിന്നിപ്പിക്കാൻ നിൽക്കുന്നവർ, അത് ആരായാലും ശരി, ഏത് വിഭാഗക്കാരായാലും ശരി, ഏത് പാർട്ടിക്കാരായാലും ശരി, എല്ലാവരും ഈ കാര്യങ്ങളിൽ ഉത്തരവാദികളാണ്. പ്രത്യേകമായ ഒരു പാർട്ടിയെയോ ഒരു സംഘടനയോ ലക്ഷ്യം വെച്ചല്ല ഞാൻ പറയുന്നത്. ഏത് വിഭാഗക്കാരായാലും ശരി, നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകൾ, നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ, നാട്ടിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, ഇത്തരം ആളുകളുടെ അമല് മുറിഞ്ഞു പോകും. പള്ളി നിർമ്മിച്ചിട്ട് കാര്യമില്ല, മദ്രസ നിർമ്മിച്ചിട്ട് കാര്യമില്ല. അവരുടെ അമൽ അവർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അമല് പോലും ബാക്കിയുണ്ടാവൂല. എങ്ങനെയാണോ ഒരു സുർക്കത്തേനിനെ നശിപ്പിക്കുന്നത്, അതേപോലെ അവസാനം തിരിഞ്ഞു നോക്കുമ്പോ പള്ളി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ശരി, നിങ്ങൾ മദ്രസകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ശരി, സ്വഭാവം മോശമായതിന്റെ പേരിൽ ഒരു അമലും അല്ലാഹു നാളെ സ്വീകരിക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വഭാവം വളരെ 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 സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്. അല്ലാഹുവിന്റെ സ്വഭാവം നിങ്ങളും പഠിക്കണമെന്നും ജീവിതത്തിൽ പകർത്തണമെന്നും ഹദീസ് കാണാം. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്. അല്ലാഹുവിന്റെ സ്വഭാവം നിങ്ങളും പഠിക്കണം. എന്താണ് അല്ലാഹുവിന്റെ സ്വഭാവം? മാപ്പ് നൽകുന്നവനാണ്, ഗഫൂറാൻ, റഹീമാൻ, തെറ്റുകൾ മറച്ചു വെക്കുന്നവനാണ്. ഇതൊക്കെ ചെയ്യുന്നുണ്ട് റബ്ബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നി ലഅരിഫു ആഖിറ അഹ്ലിൻ നാരി ഖുറൂജൻ മിനൻ നാർ. നരകത്തിൽ നിന്ന് അവസാനമായി സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആളെ എനിക്കറിയാം. ഒരാളെ കൊണ്ടുവരുമത്രേ. എന്നിട്ട് അല്ലാഹു പറയും, അയാളുടെ മുഴുവൻ വൻദോഷങ്ങളെയും മായ്ച്ചു കളയാൻ. വൻദോഷമുള്ളത് കൊണ്ടാണല്ലോ നരകത്തിൽ കിടന്ന്. ഞാൻ പറഞ്ഞ വിഷയം വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. ഒരാളുടെ വൻദോഷമുണ്ട്, അയാൾ തൗബ ചെയ്യാതെ മരിച്ചുപോയി. വൻദോഷങ്ങൾ ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരിച്ചുപോയി. അത്തരം ആളുകൾക്കാണ് അല്ലാഹു നാളെ നരകം നൽകുക. അങ്ങനെ ഈ വൻദോഷങ്ങൾ ചെയ്തതിന്റെ പേരിലാണ് അല്ലാഹു നരകത്തിലിട്ട് കരിക്കുന്നത്. അല്ലാഹു കാക്കട്ടെ. നരകത്തിന്റെ അദാബിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നരകത്തിൽ കിടന്ന് ശരീരമാസകലം വെന്തുരുകി വർഷങ്ങളോളം
ചെയ്ത തെറ്റിന്റെ പേരിൽ ഒരുപാട് പ്രയാസപ്പെട്ട് അല്ലാഹു തആല ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയെല്ലാം കഴിയുമ്പോഴാണ് അയാൾ നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴാണ് മലക്കുകളോട് പറയുന്നത്, അയാളുടെ എല്ലാ തെറ്റുകളും നിങ്ങൾ മായ്ച്ചു കളയണം, വൻദോഷങ്ങളെല്ലാം മായ്ച്ചു കളയണം. കാരണം അതിന്റെ പേരിൽ നരകത്തിലിട്ട് ഞാൻ അവരെ ശിക്ഷിച്ചിരിക്കുകയാണ്. പിന്നെയോ വസലൂഹു അൻ സിഗാരിഹാ, അയാളുടെ ജീവിതത്തിൽ ചെയ്ത ചെറുദോഷങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യണം. ചെറിയ ദോഷങ്ങൾ, ചെറിയ പാപങ്ങൾ, അങ്ങനെ ഓരോന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. മലക്കുകൾ ചോദിക്കുകയാണ്, അമിൽത യൗമ കദാ വകദാ, ഇന്ന ദിവസം നീ ഇത് ചെയ്തില്ലയോ? ഇന്ന ദിവസം നീ ഇത് ചെയ്തിട്ടില്ലേ? ഇന്ന സ്ഥലത്ത് വെച്ച് നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. വഅമിൽത യൗമ കദാ വകദാ, മറ്റൊരു ദിവസം നീ ഇതും ചെയ്തിട്ടില്ലേ? ചെയ്ത തെറ്റുകളെല്ലാം ഓരോന്നായി അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ് അയാൾക്ക്. അയാൾ പറയുന്നു, നഅം, അതെ, ഉണ്ട് റബ്ബേ, ഞാൻ ചെയ്തിട്ടുണ്ട്. ലാ യസ്തതിഉ അൻ യുൻകിറ മിൻ ദാലിക, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. കാരണം എല്ലാം വളരെ വ്യക്തമാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, എല്ലാം വളരെ വ്യക്തമായി അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചെറുതും വലുതും, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, എല്ലാം അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോഴും ഒഴിഞ്ഞു മാറാൻ കഴിയാതെ അവസാനം അല്ലാഹു എല്ലാം പറഞ്ഞപ്പോ അല്ലാഹു പറയാണ്, ഫഇന്നലക ബികുല്ലി സയ്യിഅത്തിൻ ഹസന, നീ ചെയ്ത ചെറുദോഷങ്ങളെയെല്ലാം ഞാൻ പുണ്യമുള്ള നന്മയാക്കി മാറ്റി മറിച്ചിരിക്കുകയാണ്. നീ നാട്ടിൽ ചെറിയ തെറ്റൊക്കെ ചെയ്തിട്ടില്ലേ? ആ തെറ്റുകളെ ഞാൻ നന്മയാക്കി മാറ്റി മറിച്ചിരിക്കുകയാണ്. നീ ചെയ്ത തെറ്റുകളെ ഞാൻ നന്മയാക്കി മാറ്റിമറിച്ചിരിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് പറയുമ്പോൾ ഫഇന്ന ലക ബികുല്ലി സയ്യിഅത്തിൻ ഹസന, നീ ചെയ്ത എല്ലാ തെറ്റുകളെയും ഞാൻ നന്മയാക്കി മറിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത്, യാ റബ്ബ്, അല്ലാഹുവേ, അമിൽതു അശിയാ ലാ അറാഹാ ഹാഹുനാ, ഞാൻ ഇത്രയൊന്നുമില്ല, ഇനിയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. ഇതുവരെ ചെയ്ത തെറ്റുകൾ നിഷേധിക്കാൻ നിന്നു. ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ. പക്ഷെ കഴിയുന്നില്ല. കാരണം اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. കൈകളാണ് തെളിവ് പറയുന്നത്, കാലുകളാണ് സാക്ഷി നിൽക്കുന്നത്. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. മാറി നിൽക്കാൻ കഴിയുന്നില്ല. പക്ഷേ നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ പ്രതിഫലം തരാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞൊരു നുണ, ആ നുണക്ക് പകരം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന്റെ കൂലി. വലിയ ഓഫറല്ലേ? അല്ലാഹു ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നീ ചെയ്ത നീ ഒരു പറഞ്ഞ പച്ചക്കള്ളം, അതേപോലെ നീ ചെയ്ത ചെറിയ തെറ്റുകൾ, അതൊക്കെ ഞാൻ ഇന്ന് നിനക്ക് സുന്നത്ത് നിസ്കരിച്ച കൂലി, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വലാത്ത് ചൊല്ലിയ കൂലി, ദിക്ർ ചൊല്ലിയ പ്രതിഫലമായിട്ട് ഞാൻ തരാൻ. അപ്പൊ നോക്കുമ്പോ അയാൾ പറയാണ്, പടച്ചോനെ, ഞാൻ ഇത്രയൊന്നുമല്ല, അമിൽതു അശിയാ ലാ അറാഹാ ഹാഹുനാ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ, അതിനെല്ലാം നീ നന്മയാക്കി മറിക്കണം. ഞാൻ ചെയ്ത തെറ്റുകളൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് അല്ലാഹുവിനോട് അവസാനമായി നരകത്തിൽ നിന്ന് വരുന്ന ആൾ പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ചിരിക്കുകയുണ്ടായി. നേരത്തെ നിഷേധിച്ച ആൾ നന്മയാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ തെറ്റുകൾ ഇനിയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് ചിരിച്ചു.
അല്ലാഹു പറഞ്ഞത് എന്താണ്? ഇല്ലാ മാ താബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. എത്ര വലിയ തെറ്റു ചെയ്താലും, ഫലപാതകം നടത്തിയാലും, വ്യഭിചാരം നടത്തിയാലും, തോന്നിവാസങ്ങൾ ചെയ്താലും, വൻദോഷങ്ങൾ ചെയ്താലും അതിൽ നിന്ന് മാറി നിന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അള്ളാഹു അവർക്ക് നൽകാൻ പോകുന്നത് യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖുലുദു ഫീഹി മുഹാനാ. അല്ലാഹു തെറ്റു ചെയ്തിട്ട് തൗബ ചെയ്യാതെ മാറി നിൽക്കുന്ന ആളുകൾക്ക് യുളാഅഫു ലഹുൽ അദാബു, അവർക്കുള്ള ശിക്ഷ അല്ലാഹു ഇരട്ടിയാക്കുമെന്നാണ് പറഞ്ഞത്. തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരിച്ചു പോകുന്ന ആളുകൾ യുളാഅഫു ലഹുൽ അദാബ്, ശിക്ഷ ഇരട്ടിയാവും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. വയഖുലുദു ഫീഹി മുഹാനാ, നിന്ദ്യരായി, നീചരായി, നികൃഷ്ടരായി അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. തെറ്റ് ചെയ്ത് തൗബ ചെയ്യാതെ മരിച്ചു പോകുന്ന ആളുകൾ, വൻദോഷങ്ങൾ ചെയ്തിട്ട് ഇനി തെറ്റ് ചെയ്ത ഒരാൾ തൗബ ചെയ്യാൻ തയ്യാറായാലോ, ഇല്ലാ മാ താബ വആമന വഅമില അമലൻ സാലിഹാ, തൗബ ചെയ്തു ഒരാൾ പിന്നെ ആ പഴയ തെറ്റുകൾ ആവർത്തിച്ചില്ല, വഅമില അമലൻ സാലിഹാ, പിന്നെ നല്ലത് മാത്രം ചെയ്തു ജീവിച്ചാൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. ഇന്നലെ വരെ തെറ്റ് ചെയ്തിരുന്ന ഒരാൾ ഇന്നത്തോടുകൂടി മാറാനും നന്നാവാനും തീരുമാനിച്ചാൽ, തൗബ ചെയ്ത് ഇന്നലത്തെ തെറ്റിൽ നിന്ന് മാറി നിന്ന് അല്ലാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ അല്ലാഹു പറയുന്നത് ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അവരുടെ തെറ്റുകളെ, ഇന്നലെ വരെ ചെയ്ത തെറ്റുകളെ ഇന്നത്തോടുകൂടി അല്ലാഹു നന്മയാക്കി മാറ്റിമറിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ നമ്മളെല്ലാം നാളത്തോടുകൂടി പൂർണ്ണമായി നന്നാവാൻ തീരുമാനിച്ച് നന്നാവുകയാണ്. അങ്ങനെ തൗബയൊക്കെ ചെയ്ത് പഴയ കാല തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് അബൂലക ബിദംബി ഫഗ്ഫിർലി, പടച്ചോനെ ഞാൻ തെറ്റ് അംഗീകരിക്കുന്നു, എനിക്ക് നീ മാപ്പ് താ, ഇനി തെറ്റൊന്നും ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ വരെ ചെയ്ത എല്ലാ തെറ്റുകളെയും അള്ളാഹു നന്മയാക്കി മാറ്റിമറിക്കുമെന്ന്, അതിനൊക്കെ പ്രതിഫലം തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബക്കറ്റ് ഉണ്ടെങ്കിൽ വേഗം കൊടുത്തോളി സംഘാടകര്, ബക്കറ്റൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ. ഇതാണ് അള്ളാഹു. ഈ റബ്ബിനെയാണ് നമ്മൾ തിരിച്ചറിയാതെ പോയത്. പലരും അള്ളാഹുവിലേക്ക് അടുക്കാതിരിക്കുന്നത് പടച്ചോനെ എനിക്ക് പുറത്തു തരുമെന്ന് പേടിച്ചിട്ടാണ്. ഞാൻ ഇത്ര തെറ്റ് ചെയ്തു, ഇനി എന്നെ റബ്ബ് സ്വീകരിക്കോ എന്ന പേടിയാണ്. അവരോടാണ് അള്ളാഹു പറഞ്ഞത് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവരുത്, നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ നിരാശരാവണ്ട, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത്. ഇനി കേൾക്കണം, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ, ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്തു ചെയ്യണം? അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്തു ചെയ്യണം? ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിച്ചാൽ ആകാശത്തുള്ള റബ്ബ് നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാരോടാണ്? നിസ്കരിക്കുന്നവരോടാണോ? അല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം തഹജ്ജുദ് നിസ്കരിക്കുന്നവരോടാണോ? അല്ല. പിന്നെ ആരോട്? സകാത്ത് കൊടുക്കുന്നവരോടോ സദഖ കൊടുക്കുന്നവരോടോ? അല്ല. അല്ലാഹു ഏറ്റവും സ്നേഹിക്കുന്നത്
അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് ഏറ്റവും നന്നായി ഉപകാരം ചെയ്യുന്നവർ ആരാണ്? അവരോടാണ് അല്ലാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളോടാണ്. അഹബ്ബുൻ നാസി ഇലല്ലാഹ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നതാരെ? നമ്മളൊക്കെ സദസ്സിൽ കുറെ ആളുകൾ നോക്കിയിരിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും പടച്ചോൻ ഇഷ്ടപ്പെടുന്നത് ആരായിരിക്കും? നമ്മുടെ കൂട്ടത്തിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആളുകൾ, സോഷ്യൽ വർക്ക്, സാമൂഹിക സേവനം ചെയ്യുന്ന ആളുകൾ, പൊതുപ്രവർത്തനം ചെയ്യുന്ന ആളുകൾ, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് ഇഖ്ലാസോടുകൂടി പൊതുപ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് അവരോടായിരിക്കും അള്ളാഹുവിന് ഇഷ്ടമുണ്ടാവുക. അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അതുകൊണ്ട് വെറും തസ്ബീഹ് മാല മാത്രം പിടിച്ച് ജീവിക്കരുത്. വെറും നിസ്കാരം, പള്ളി ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിക്ക് പോവാ, തിരിച്ചു വരിക, ഞാൻ എന്റെ കുടുംബം, ഇത് മാത്രമായിട്ട് ജീവിതം ഒതുക്കരുത്. ഒന്ന് പൊതുജനങ്ങളിലേക്ക്, നാട്ടിലേക്ക്, സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുക, സാമൂഹിക സേവനം ചെയ്യുക, ജനങ്ങളെയൊക്കെ സഹായിക്കുക, ജനങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുക, പൊതുപ്രവർത്തനങ്ങളിൽ, ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാവുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ, അവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. അത്തരം ആളുകൾ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമൽ ഏതാണ്? സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് സന്തോഷം നൽകലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല്? ഏതാ? തഹജ്ജുദ് നിസ്കരിക്കലാണോ? നോമ്പോക്കലാണോ? അല്ല. സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം, നിന്റെ സഹോദരന് സന്തോഷിപ്പിക്കുക, അതാണ് ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമൽ. അപ്പൊ നമ്മൾ കുറെ ഈ ഖുർആൻ ഓതിയിട്ടും ജനങ്ങളോട് തീരെ ബന്ധമില്ലാതെ ഇബാദത്ത് എടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ജനങ്ങളോട് ബന്ധമില്ലാതെ നാട്ടുകാരെ വെറുപ്പിച്ചിട്ട്, കുടുംബക്കാരെ വെറുപ്പിച്ചിട്ട്, വീട്ടുകാരെ വെറുപ്പിച്ചിട്ട് നിങ്ങൾ കൊട്ടക്കണക്കിന് അമൽ ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഈ അമലിന്റെ കൂടെ ജനങ്ങൾക്ക് പൊതുപ്രവർത്തനങ്ങൾ ചെയ്യാനും, ജനങ്ങളെ സഹായിക്കാനും, അവരോട് സഹകരിക്കാനും, അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യാനും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാം. സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക, ഒരു സഹോദരൻ, നിന്റെ സഹോദരൻ ആരുമായിക്കോട്ടെ, നിന്റെ അപ്പുറത്തുള്ള അയൽവാസി, മുസ്ലിം ആയാലും അല്ലേലും, നിന്റെ കൂടെയുള്ള ആളുകൾ, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ, നിന്റെ കൂടെ പഠിക്കുന്നവർ, നിന്റെ നാട്ടിലുള്ളവർ, നിന്റെ ചങ്ങാതിമാർ, അവരൊക്കെ സന്തോഷിപ്പിക്കുക എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ. അള്ളാഹു പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്ന സ്വഭാവത്തിനാണ് അള്ളാഹു പ്രാമുഖ്യം നൽകിയത്. സ്വർഗത്തിലേക്ക് എത്തുന്ന അമൽ ഏതാണ് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഒന്നാമതായി പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യലാണ്. സ്വർഗത്തിലേക്ക് എത്തുന്ന അമൽ ഏതെന്ന് എന്നോട് പറഞ്ഞു തരുമോ? അബൂ ഹുറൈറ തങ്ങൾ സ്വർഗത്തിലേക്ക് എത്തുന്ന അമൽ ഏതാണെന്ന് പറഞ്ഞു തരുമോ നബിയേ എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകിയത്, അഫ്ശുസ് സലാമ, ജനങ്ങൾക്ക് ദുആ ചെയ്യുക, ജനങ്ങൾക്ക് ദുആ ചെയ്യുക. എന്താ സലാം എന്ന് പറഞ്ഞാൽ? സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾക്ക് ദുആ ചെയ്യുക, അഫ്ശുസ് സലാം. അപ്പോൾ അല്ലാഹുവിന് ഇഷ്ടം സ്വർഗത്തിലേക്ക് എത്താനുള്ള എളുപ്പവഴി ജനങ്ങൾക്ക് ദുആ ചെയ്യലാണ്. എന്താ ദുആ? എന്താ പ്രാർത്ഥന? അല്ലാഹുവേ, അല്ലാഹു നിനക്ക് രക്ഷ നൽകട്ടെ, അല്ലാഹു നിനക്ക് സമാധാനം നൽകട്ടെ, അല്ലാഹു നിനക്ക് ആശ്വാസം നൽകട്ടെ. ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേഗം സ്വർഗത്തിലെത്താൻ. എങ്ങനെയുണ്ട്? സ്വർഗത്തിലേക്ക് എങ്ങനെ എത്തുക? നന്നായി സലാം പറയാ, അഫ്ശുസ് സലാം. നന്നായി സലാം പറയുന്ന ആളുകൾ അഫ്ശുസ് സലാം. ആരോടാണ് സലാം പറയേണ്ടത്? വലിയവരോടും ചെറിയവരോടും ചങ്ങാതിമാരോടും കണ്ടവരോടൊക്കെ സലാം പറയാ. എല്ലാരോടും സലാം പറയാം. സലാം അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. വഅലൈക്കും സലാം, നിങ്ങൾക്കും. ഇതിനിപ്പോ സ്വർഗത്തിൽ തന്നെ എന്താ ഉള്ളത്? അല്ലാഹു പ്രാധാന്യം നൽകുന്നത് പൊതുജനങ്ങളുടെ പ്രവർത്തനത്തിലാണ്, ജനങ്ങളോടുള്ള കാരുണ്യ പ്രവർത്തനത്തിലാണ് അല്ലാഹുവിന് താല്പര്യം.
നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഭജനം ഭൂജനയും ആരാധനയും ഹേ നിർത്തുക സാധു എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. നിന്റെ ഭജനവും നിന്റെ തസ്ബീഹുമാലയും ജപമാലയും എല്ലാം നീ നിർത്ത്. അവിടെ ഒന്നല്ല റബ്ബുള്ളത് റോഡിന്റെ സൈഡിൽ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന കൂലിപ്പണിക്കാരന്റെ അടുത്താണ് എന്നർത്ഥമുള്ള ഒരു കവിത. അതേപോലെ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് തസ്ബീഹും ചൊല്ലി ഖുർആൻ ഓതി ദിക്റും ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി ആടിങ്ങനെ ചടഞ്ഞിരിക്കുന്നതിനേക്കാളും പടച്ചോന് ഇഷ്ടം എന്താ? മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. കാരണം എന്തേ? നമ്മളും അള്ളാഹുവിന്റെ അടിമയാണ്, അവരും അള്ളാഹുവിന്റെ അടിമയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയെ സഹായിക്കലാണ് അള്ളാഹു ഇഷ്ടം. അഫ്ഷുസ്സലാം, നിങ്ങൾ നന്നായി സലാം പറയണം. ആരോടാണ് സലാം പറയേണ്ടത്? അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും, നിങ്ങൾക്ക് ഞാൻ സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു തന്ത്രം പഠിപ്പിച്ചു തരട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്. സ്നേഹം കൂടാനുള്ള വഴി പഠിപ്പിച്ചു തരട്ടെ. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊടി ഉണ്ടാവൂല, പിന്നെ കസേരേറുണ്ടാവൂല, കല്ലേറുണ്ടാവില്ല, അതൊക്കെ നിർത്തണം. എന്താ വഴി? അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം പറയും. ഇതിപ്പോ സംഘടനക്കാരോട് സലാം പറയില്ലല്ലോ, പാർട്ടി മാറിയ സലാമില്ലല്ലോ, അല്ലേ? അങ്ങനെയല്ലേ? പാർട്ടി മാറിയ സലാമില്ല, സംഘടന മാറിയ സലാമില്ല, പിന്നെ എന്ത് സലാം, എന്ത് മുസ്ലിം? അങ്ങനെ കാരാ പറഞ്ഞു. സംഘടനയെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഘടനയിൽ പ്രവർത്തിച്ചു, അതൊന്നല്ല ഇവിടെ വിഷയം. പക്ഷേ സ്വഭാവം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി. മറ്റു സംഘടനക്കാരനെ കാണുമ്പോൾ ഞാൻ സലാം പറയൂല, മറ്റേ പാർട്ടിക്കാരനെ കാണുമ്പോൾ അവന്റെ കൂടി മറ്റേ കളറാണ്, നമുക്ക് പറ്റൂല. അതിനൊന്നുമില്ല. വ്യക്തികൾക്ക് എന്തോ ആവാം, ഓരോ ആളുകളുടെ ചോയ്സാണ്, ഓരോ ആളുടെ ഇഷ്ടമാണ്, ഇങ്ങനെ ഏത് പാർട്ടി ഏത് സംഘടന. പക്ഷെ മുസ്ലിമീങ്ങളായ നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ കാണുമ്പോ സലാം ചെല്ലാൻ പഠിപ്പിച്ചത് എല്ലാരോടും സലാം പറയാം. നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കാൻ അത് കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഭാര്യയോട് സ്നേഹം കൂടണോ? ഇടക്കിടക്ക് സലാം പറഞ്ഞോളി ഭാര്യയോട്. അസ്സലാമു അലൈക്കും. സലാം. ഉച്ചില് പോയി കിച്ചണിൽ പോയി, ഭാര്യ കിച്ചണിലാണ്. കാസർഗോഡ് ഭാഷയിൽ കുച്ചിൽ എന്നാ പറയാ. കിച്ചൺ നിങ്ങളെ എന്താ പറയാ? കിച്ചൺ കിച്ചൺ കുച്ചിൽ എന്ന് പറയും കാസർഗോഡ് ഭാഷയിൽ. അപ്പോ കിച്ചണിൽ പോയി ഭാര്യ എന്തെങ്കിലും ചായ വെക്കാണ്. അപ്പൊ കിച്ചണിലേക്ക് പോകുമ്പോ ഭാര്യ അടുക്കളയിലാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയാ ഭാര്യയോട്. തിരിച്ച് റൂമിൽ വന്നിട്ട് ഇരുന്നു. ഭാര്യ ചായ കൊണ്ടുവരുമ്പോ ഭർത്താവ് മുറിയിലുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് മുറിയിൽ കയറാം. ഇതൊക്കെ സ്നേഹം കൂടാൻ കാരണമാവുന്നതാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ദാമ്പത്യ ജീവിതത്തിൽ വലിയ ഖൈറും ബർക്കത്തൊക്കെ കാണാൻ പറ്റും. നന്നായി സലാം ചൊല്ലിക്കോളി. മക്കളോട് സലാം ചൊല്ലണം. ഉപ്പയോട്, മാതാപിതാക്കളോട്, കുടുംബക്കാരോട്, ചങ്ങാതിമാരോട്, നിങ്ങളുടെ ശത്രുക്കളോട് എല്ലാരോടും സലാം പറയും. അതോടുകൂടി ശത്രുക്കൾ ചങ്ങാതിയായിട്ട് മാറും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള വഴി എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പഠിപ്പിച്ചത് അഫ്ഷുസ്സലാം. അബൂ ഹുറൈറ, സലാം പറയണം എല്ലാ ആളുകളോടും, എന്നാ സ്വർഗ്ഗത്തിലെത്താം. പിന്നെയോ രണ്ടാമതായി പറഞ്ഞത് അത്ഇമുത്ത്വാം, ജനങ്ങൾക്ക് ഭക്ഷണം നൽകണം. അവിടെയും പറഞ്ഞില്ല നിസ്കരിക്കാൻ, അവിടെയും പറഞ്ഞില്ല ഹജ്ജ് ചെയ്യാൻ, അവിടെയും പറഞ്ഞില്ല നോമ്പോക്കാൻ. ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇടക്കിടക്ക് ചങ്ങാതിമാരൊക്കെ വിളിച്ചിട്ട് കുളപ്പുറത്തൊക്കെ പോയിട്ട് നല്ല പാർട്ടി കൊടുക്കുക. അല്ലെ? ഇവിടെ നിങ്ങളുടെ നാട്ടിൽ മെയിൻ ഭക്ഷണത്തിന്റെ ഏരിയ ചങ്കുവെട്ടിയോ, ചെമ്മാട്, എവിടെ? കുളപ്പുറം. അടുത്ത ടൗൺ ഏതാണ്? കോട്ടക്കല്. കോട്ടക്കല് പിന്നെ ആയുർവേദ അതല്ലേ അറിയപ്പെട്ടത്. അപ്പോ ഭക്ഷണം കൊടുത്താല് സ്വർഗം കിട്ടുമെന്ന്. കുടുംബക്കാരെ, നാട്ടുകാരെ, ചങ്ങാതിമാരെ, പിന്നെ സഹപാഠികളെ, സഹപ്രവർത്തകരെ, ഇവരൊക്കെ വിളിച്ചിട്ട് ഇടക്കിടക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ല ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാല് 10,000 പൊടിച്ച് വലിയ ആടും പോത്തും വെക്കണമെന്നല്ല. നിങ്ങൾക്ക് കഴിയുന്ന, നിങ്ങളുടെ ഭാര്യ ഉണ്ടാക്കുന്ന നല്ല മാധുര്യമുള്ള നല്ല ടേസ്റ്റി ഫുഡ്, അതെന്ത് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല, കൊടുക്കുക. ഇതൊക്കെ സ്നേഹം കൂടാൻ കാരണമാകും. ഇവിടെയും നബി തങ്ങൾ പരിഗണന നൽകിയത് പൊതുജനങ്ങൾക്ക്. ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. സ്വർഗത്തിലെത്താൻ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. മൂന്നാമതായി ചോദിച്ചു, പിന്നെ എന്ത് നബിയെ? പിന്നെയും പറഞ്ഞു വസിലുൽ അർഹാം, കുടുംബക്കാരോട് വളരെ മാന്യമായി പെരുമാറണം. അവിടെയും പൊതുജനം തന്നെ.
സ്വന്തം കാര്യമല്ല. അള്ളാഹ്ക്കൊരു നിങ്ങളെ ആവശ്യമില്ല അമല്. അള്ളാഹ്ക്ക് നിങ്ങൾ അമല് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ പൊതുജനങ്ങളോട് നന്മ ചെയ്യും. കുടുംബക്കാരോട് മാന്യമായി പെരുമാറി കുടുംബ ബന്ധം ചേർക്കണം. ആരോടും പിണങ്ങരുത്, ആരോടും മോശമായി പെരുമാറരുത്. അടിക്കുകയോ ഇടിക്കുകയോ കേസുകൾ ഫയൽ ചെയ്യുകയോ ചെയ്യരുത്. തർക്കങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് മാപ്പ് നൽകണം. ജനങ്ങൾക്ക് മാപ്പ് നൽകണം. ദേഷ്യം കടിച്ചു പിടിക്കണം. ഇവർക്കാണ് അല്ലാഹു സ്വർഗ്ഗം നൽകുക. ഇവർക്കാണ് സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ്. ആകാശഭൂമികളെക്കാളും വിശാലമായ സ്വർഗം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി മത്സരിക്കണം. എങ്ങനെയാണ് മത്സരിക്കുന്നത്? ആർക്കാണ് ആ സ്വർഗമുള്ളത്? മുത്തഖീങ്ങളായ ആളുകൾക്ക്. അല്ലദീന യൂഫികൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാളിമീനൽ ഗൈള വൽആഫീന അനിന്നാസ്. ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവർ. ഇങ്ങോട്ടടിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു, ഇങ്ങോട്ടടിച്ച് അങ്ങോട്ട് കൊടുക്കലല്ല. ഇങ്ങോട്ട് മോശമായി പെരുമാറിയാല് അങ്ങോട്ട് പാര വെക്കലല്ല, വൈരാഗ്യം വെച്ച് നടക്കലല്ല. കുഴപ്പമില്ല, പാവല്ലേ, അറിയാതെ ചെയ്തതല്ലേ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകി. ഇത് കഴിയോ നിങ്ങൾക്ക്? നമ്മുടെ ഈഗോ വെച്ച് നോക്കുമ്പോൾ ഇത് കഴിയോ? നമ്മളെങ്ങനെങ്കിലും ഒന്ന് താഴെ ഇരുത്തണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾക്ക് മാപ്പ് നൽകാൻ നമുക്ക് കഴിയോ? അത് കഴിയാത്ത നമ്മുടെ ഈഗോയുടെ ഭാഗമാണ്. ഒരു ചെറിയൊരു അഹങ്കാരം ഇല്ല എന്ന് പറയാൻ നമ്മൾക്ക് പറ്റും. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? അഹങ്കാരം തീരെ ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടെന്നൊക്കെ പോക്കെ. എനിക്ക് തീരെ കിബിറില്ല എന്ന് പറയുന്ന ആളുകൾ അൽഹംദുലില്ലാഹ് ഒരാളുണ്ട്. ഒരാളെ ഈ സദസ്സിൽ സ്വർഗത്തിൽ പോകുള്ളൂ എന്നർത്ഥം. കിബറിന്റെ ചെറിയൊരു അംശം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ കിടക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ തന്നെ സംഭവിച്ചു, കുറച്ച് കിബറുണ്ട്, അപ്പൊ സ്വർഗത്തിൽ കിടക്കുവോ? ആകെ ഒരാളിപ്പോ സ്വർഗത്തിൽ കിടക്കുള്ളൂ. പഠിച്ചോനെ, നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം, സ്വർഗത്തിൽ കിടക്കുന്ന ആള്. അള്ളാഹു നമ്മൾക്കൊക്കെ സ്വർഗം നൽകട്ടെ. അപ്പൊ ചെറിയൊരു കിബറിന്റെ അംശം ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് മാപ്പ് നൽകാനൊന്നും പറ്റാത്തത്. കിബറില്ലേ, എല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്കും, അടിച്ചാലും ഉണ്ടൂല.